ഹായ് അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ദിവാനിയിലാണ് കേട്ടോ. അപ്പോൾ ദിവാനിയെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. അപ്പം നൈറ്റ് ഡ്യൂട്ടി ദിവാനിയ ക്ലീനിങ് ആണ്. ഫുള്ള് ഡേർട്ടി ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തവും നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ കാണിക്കാനാണ്. അപ്പോൾ ഇതുവരെയും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഹൗസ് മെയ്ഡ് ജോബ് ചെയ്യുമ്പോൾ, ക്ലീനിങ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത്, ഇപ്പം ഞാൻ ചെയ്യുന്നതും എന്നെ ഇവിടെ പഠിപ്പിച്ചതും ഉള്ള രീതിയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ? ഇത് കൊള്ളാവോ? ഇതെനിക്ക് മാമ തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ യൂണിഫോമാണ്. അൽസനിയ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ യൂണിഫോമാണ്. അപ്പം ഹൗസ് മെയ്ഡ് ജോബിന് വരണമെന്ന് പറഞ്ഞ് കുറേ പേര് പറയുന്നവർക്ക് ജോലി നമ്മൾ ആത്മാർത്ഥതയോടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചെയ്താൽ മാത്രമേ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ കാര്യമാക്കരുത്. നമ്മൾ ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പം ഞാനിതിൻ്റെ ഓരോരോ ചെറിയ ചെറിയ വീഡിയോസുകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഭാഗം ഒന്ന് ക്ലിയർ ആക്കി ഇടാനാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് മടക്കി വയ്ക്കുകയാണ് കേട്ടോ. ബ്ലാങ്കറ്റാണ്. അപ്പം ഇവിടെ 3 ബ്ലാങ്കറ്റ് ഉണ്ട്. ഇതൊരു ബ്ലൂ കളർ ബ്ലാങ്കറ്റാണ് കേട്ടോ. പിന്നെ അവരിതിനകത്ത് വന്ന് അവൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പം ഇവിടാണ് ഇരിക്കാറ്. വീട്ടിനുള്ളിൽ പ്രവേശനമില്ല. അപ്പോൾ അവർ ഫ്രണ്ട്സൊക്കെ വരുമ്പം ഈ ദിവാനിയയിലാണ്. അപ്പോൾ ദിവാനിയ അങ്ങനെയാണ് ഇത്രയും വൃത്തികേടായി കിടക്കുന്നത്. അപ്പോൾ ഇന്നലെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ നൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ ഇപ്പം വെക്കേഷന് പോയിട്ട് വന്നതേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യുന്നത് ദിവാനിയയിലാണ്. ഇത് അവൻ്റെ ചെറിയൊരു ദിവാനിയാണ് കേട്ടോ. ഇതെല്ലാം അവൻ മേടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഈ ബ്ലാങ്കറ്റ്സ് ആയാലും കാര്യങ്ങളെല്ലാം അവൻ മേടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ ഉള്ളത് മൊത്തം അവൻ മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. അവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ആക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഈ ഇടയ്ക്കാണ് പെയിൻ്റൊക്കെ മാറ്റിയത്. അവൻ ബ്ലാക്ക് കളർ പെയിൻ്റൊക്കെ അടിച്ചത് ഈ ഇടയ്ക്കാണ്. ഇവിടെ ഇഷ്ടംപോലെ പില്ലോസ് ഉണ്ട് കേട്ടോ. ഇതിനകത്തായാലും അകത്തായാലും എല്ലാ സെറ്റുകളിലും ഇഷ്ടം പോലെ പില്ലോസുകളുണ്ട്. ഇവിടെ ഒരു 3-4-5 പില്ലോസ് ഉണ്ട്. പിന്നെ ആ സ്റ്റാറിൻ്റെ അത് നല്ല രസമുണ്ട് കേട്ടോ. ആ സ്റ്റാറിനാണ് നല്ല ഭംഗി. ഇത് സ്റ്റാറാക്കുകയും ചെയ്യാം. പിന്നെ ഇതിനകത്തൂടി തന്നെ ഒരു സിബുണ്ട്. അത് മാറ്റിയിട്ട് വേറൊരു ഷേപ്പിലും കിട്ടും. അതുകൊണ്ട് ഇവിടെ ഇത്രയും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഇത്രയും ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ഈ വീടിനുള്ളിലല്ല, ഇത് പുറത്തെ ദിവാനിയാണ്. ഇവിടെ എനിക്ക് ഫോൺ അലോഡാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്നറിയോ? ഇതെന്തോ ഗെയിമിങ് കളിക്കുന്നതാണ്. പക്ഷെ എനിക്കറിയത്തില്ല ഇതെന്തോ സാധനം എന്നുള്ള. ചീട്ട് കളിക്കുന്ന എന്തോ ആണെന്നറിയാം. ഇതിൻ്റെ അടുത്ത ഭാഗം ഫസ്റ്റ് കയറി വരുന്ന അടുത്തുള്ള സെറ്റിയാണ് കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനെ ഒരുപാട് അലങ്കോലമൊന്നുമില്ല. ഇത് പിന്നെ എല്ലാം ഒന്ന് തട്ടിയെടുക്കണം. ഫുള്ള് ഡസ്റ്റാണ്. കാരണം അവൻ ഇന്നലെ ഗസ്റ്റ് വന്ന് പോയിട്ട് അവൻ ആ ഡോറ് ക്ലോസ് ചെയ്തില്ല. പകരം ഈ വല പോലത്തെ ഒരു ഡോറുണ്ട്, ആ ഡോറ് മാത്രമേ ക്ലോസ് ചെയ്തുള്ളൂ. മറ്റേ ഗ്ലാസ് ഡോറ് ക്ലോസ് ചെയ്തില്ല. അപ്പം പൊടിയെല്ലാം കൂടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തട്ടി എടുത്തിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. പിന്നെ മന്ത്ലി 1 ടൈം വാക്യൂം പിടിക്കും കേട്ടോ ഇതിലെല്ലാം. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് വാക്യൂം ഒന്നും പിടിക്കണ്ട. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് തട്ടി തൂത്ത് ഒന്ന് വെച്ചാൽ മതി കേട്ടോ. രണ്ടാമത്തെ സെറ്റിയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലാസ് ഞാൻ തുടയ്ക്കണ്ട, അത് ഇക്കായ തുടയ്ക്കുന്നത്. കാരണം അത് ഞാൻ ചിലപ്പോൾ പുഷ് ചെയ്യുമ്പോൾ അത് മുമ്പോട്ട് വീഴും. അതുകൊണ്ട് ഈ ഗ്ലാസ്സൊക്കെ ഇക്കായെ കൊണ്ടാണ് തുടപ്പിക്കാറ്. അത് മന്ത്ലി 1 ടൈംസ് കേട്ടോ. അപ്പോൾ ഈ AC-ൻ്റെ ഫിൽറ്റർ, ഈ ഷാൻഡ്ലർ, ഇതെല്ലാം അന്നേരമാണ് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ റെഗുലറായിട്ടുള്ള ക്ലീനിങ്, ഡീപ്പ് ക്ലീനിങ് ടൈം വരുമ്പോൾ ഇക്കാനെ കൂടെ വിളിക്കാൻ പറയും. അപ്പോൾ ഈ സെറ്റിയെല്ലാം വലിച്ച് അതിൻ്റെ അടിഭാഗം എല്ലാം ക്ലീൻ ചെയ്യേണ്ടി വരും. അടുത്ത ക്ലീനിങ് ഇതാണ്ട, ഈ ഇരിക്കുന്ന സാധനങ്ങളിലെല്ലാം നല്ല പൊടിയാണ്. എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാത്തിലെയും പൊടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് പൊടി കളയണം. പിന്നെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഇതാ ഇപ്പോൾ പോയത് കണക്ക് താഴെ പോവും ഓരോന്ന്. ഇവിടുത്തെ പയ്യനുണ്ടല്ലോ,
വിൻ്റർ സമയമാകുമ്പോഴത്തേനും പുറത്ത് പോകും, വേറെ ഏതെങ്കിലും രാജ്യത്തിൽ വെക്കേഷന് പോകും. വെക്കേഷന് പോകുമ്പം പോയിട്ട് വരുമ്പോൾ അവൻ ഓരോരോ സാധനങ്ങൾ കൊണ്ടുവരും. ഈ പൂച്ചയൊക്കെ ഉണ്ടല്ലോ, ഈ പൂച്ച കണക്കിരിക്കുന്ന സാധനങ്ങളെല്ലാം അവൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം, കഴിഞ്ഞ വിൻ്ററിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് ഈ സാധനം. ഇതെല്ലാം ഇങ്ങനെയല്ല ഒട്ടിച്ചിങ്ങനെ വെക്കുന്നില്ല, ഇങ്ങനെ പസിൽസ് പോലെ വെക്കുന്ന സാധനങ്ങളാട്ടോ. ഈ കാറും അങ്ങനത്തെ തന്നെയാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ നേരം നമുക്ക് കയ്യിലോട്ട് വെച്ചൊന്നും ചെയ്യാനൊന്നും ഒക്കത്തില്ല. കയ്യിലോ വേറെ എവിടെയെങ്കിലും മാറ്റി വെക്കാനും ഒക്കത്തില്ല. കാരണം വെച്ചാൽ ഇതിലിങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ തൊടുന്ന സൈഡ് ചിലപ്പോൾ അത് ഇളകി ഇങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഒരുപാട് ബലത്തിൽ പിടിക്കാനേ നിൽക്കത്തില്ല കേട്ടോ. എനിക്ക് പേടിയാണ്, കാരണം ഇത് തിരിച്ച് എനിക്ക് ഫിറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. പിന്നെ അവനോട് പറയേണ്ടി വരും. അപ്പം അതെല്ലാം നമ്മളിങ്ങനെ സൂക്ഷിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം റേറ്റൊക്കെ ഉള്ള സാധനങ്ങളല്ലേ, അപ്പോൾ നമ്മൾ നോക്കിയും കണ്ടൊക്കെയാണ് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ വെരി കെയർഫുള്ളായിട്ടാണ് ക്ലീൻ ചെയ്യുക. എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോയാൽ പെട്ട്. പിന്നെ വേണ്ട, ഇതൊരു 3 ഗ്ലാസ് ടേബിളാണ് കേട്ടോ. അതിന് 4 ഭാഗത്തും മിററാണ്. ഈ 3 ഗ്ലാസ്സുകളും പൊടിയും അഴുക്കൊന്നും ഇല്ലാതെ ഇതൊരു ഗ്ലാസ് ടേബിളാണ് കേട്ടോ. ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ഇളകി താഴെ വരും. അപ്പോൾ ഇതെല്ലാം നല്ല സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ സാലറിയിൽ നിന്ന് കട്ടാകും എന്തെങ്കിലുമൊക്കെ പൊട്ടിയാൽ. ഇങ്ങോട്ട് ക്ലീനിങ്ങിന് വരുമ്പോഴേ മാമ പറയും, ഷജറ കെയർഫുൾ, ഒന്നും പൊട്ടിക്കരുതെന്ന് പറയും. അപ്പോൾ ഇനി ഈ സൈഡും കൂടി ജസ്റ്റ് ഞാൻ പൊടി കളയട്ടെ. അടുത്തത് പിന്നെ ദാണ്ട് ഈ ടേബിളാണ്. ഇവിടുത്തെ പയ്യന് കുറേ ബുക്സിൻ്റെ കളക്ഷൻസും ഇതുപോലത്തെ ടോയ്സിൻ്റെ കളക്ഷൻസും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവൻ്റെ റൂമിലൊക്കെ നിറച്ച് ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലത്ത് നമുക്ക് തുടയ്ക്കാൻ കാണും. ഇഷ്ടംപോലെ സാധനങ്ങൾ സൂക്ഷിച്ച് തുടയ്ക്കണം. ഇല്ലെങ്കിൽ ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സാലറിയിൽ നിന്നൊക്കെ ചിലപ്പോൾ അത് കട്ട് ചെയ്യും. പിന്നെ ഇതുവരെ നമ്മളങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഉള്ളിലുള്ള ചില സാധനങ്ങളൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതിപ്പോവും. നമ്മൾ എത്ര സൂക്ഷിക്കാൻ നോക്കിയാലും ചിലപ്പോൾ ഒന്ന് വഴുതിപ്പോവും. ഒരുപാട് എക്സ്പെൻസീവായിട്ടുള്ളതൊന്നും ഞാൻ നശിപ്പിച്ചിട്ടില്ല. പിന്നെ ഇത് ഇവരുടെ ചീട്ട് കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ പിന്നെ ചീട്ട് കളി മസ്റ്റായിട്ടും ഉണ്ട്. കാരണം ഇവിടുത്തെ മാമായും ബാബായും ഇവിടുത്തെ കൊച്ചും എല്ലാം ചീട്ട് കളിക്കും. പിന്നെ ഇത് പുതിയ ഫാനാണ് കേട്ടോ. കഴിഞ്ഞ സമ്മർ സീസണിൽ മേടിച്ച ഫാനാണ്. ഇപ്പം നല്ല കാറ്റാണ് കേട്ടോ ഇതിൽ. ഈ പുറത്തായതുകൊണ്ട് ദിവാനിയ ഭയങ്കര ചൂടടിക്കും. അപ്പോൾ ചൂടടിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ AC ഇട്ടാൽ പോലും കൂളിങ് കിട്ടൂല. അന്നേരം ഈ ഫാൻ അതിന് പകരം മേടിച്ച് വെച്ചിരിക്കുകയാണോ. AC ഇടും, ഈ ഫാനും ഇട്ടാലും മാത്രമേ നമുക്ക് ഇതിനകത്തിരിക്കാനോ ക്ലീൻ ചെയ്യാനോ ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ സീസണിൽ അവൻ മേടിച്ച് വെച്ചതാണ് കേട്ടോ. ഇവിടുത്തെ ഓരോ ഐറ്റംസും അവൻ മേടിച്ച് വയ്ക്കുന്നതാണ്. പിന്നെ നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ലതുപോലെ പടം വരയ്ക്കും. ഇഷ്ടം പോലെ പടങ്ങൾ വരയ്ക്കും കേട്ടോ. അവനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ്, പടം വരയ്ക്കാൻ കയറിക്കഴിഞ്ഞാൽ പിന്നെ ആ 1 മാസം ഫുള്ള് പടം വരയ്ക്കലായിരിക്കും. പിന്നെ പുള്ളിക്കാരൻ ഒരു ജോലിക്കാരനാണ് കേട്ടോ, ഇവിടെ ബാങ്കിൽ ജോലിക്കാരനൊക്കെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ആയുധം, വാക്യൂം ക്ലീനർ. മൊത്തത്തിൽ 3 വാക്യൂമാണ് ഈ വീട്ടിലുള്ളത്. ഒന്ന് വീട്ടിനുള്ളിൽ 2 എണ്ണം, പിന്നെ പുറത്ത് ദിവാനിയെ ക്ലീൻ ചെയ്യുന്നത് ഇതും, പിന്നെ ഇതാണ് കാറ് ക്ലീൻ ചെയ്യുന്നതും. രണ്ടിനും ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മാസത്തിലൊരു 2-3 മാസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കംപ്ലൈൻ്റ് ആവും. അവ കൊണ്ട് ശരിയാക്കും ബാബ. പിന്നെ ഇതിൽ നമ്മൾ വാക്യൂം ക്ലീനർ ഈ മാറ്റൊന്നും എടുത്ത് ക്ലീൻ ചെയ്യുന്നില്ല, ജസ്റ്റ് അതിൻ്റെ മേളിൽ കൂടി മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ക്ലീനിങ് ഫുള്ള് ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ. വാക്യൂം ക്ലീനർ പിടിക്കുമ്പോൾ മൊത്തത്തിൽ വാക്യൂം ക്ലീനർ പിടിക്കുക. പിന്നെ ഈ മന്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഡീപ് ക്ലീനിങ് ചെയ്യുന്ന ടൈമിൽ മാത്രം ഇതെല്ലാം പുറത്ത് കൊണ്ടുപോയി നല്ലതുപോലെ ഒന്ന് കൊട്ടി പൊടി കളയത്തുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി നല്ലതുപോലെ ഒന്ന് വാക്യൂം പിടിക്കണം. വാക്യൂം പിടിക്കുമ്പം നല്ലതുപോലെ പൊടി പോവുമല്ലോ. പിന്നെന്താണ്, ഈ കൈ വെച്ച് നമ്മളിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആദ്യത്തെ 2 മാസമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ വാക്യൂം പിടിക്കാൻ. ഇപ്പോൾ പിന്നെ അതങ്ങ് ശീലമായി. ഇപ്പം നല്ലതുപോലെ നമുക്ക് അറിയാം, എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം. വന്നപ്പോൾ ഒന്നും അറിയത്തില്ലായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചൂല് വെച്ചല്ലേ തൂക്കാറ്. ഇവിടെ പിന്നെ ഇതായതുകൊണ്ട് ഇവിടെ വന്നപ്പം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം മാറി. 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ബുദ്ധിമുട്ടൊക്കെ മാറി. നല്ലതുപോലെ നമ്മളിത് എക്സ്പേർട്ടായി, എങ്ങനെയാണ് വാക്യൂം പിടിക്കേണ്ടതെന്നുള്ള എക്സ്പേർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് വാക്യൂം ക്ലീനിങ്. വാക്യൂം ക്ലീനിങ് കഴിഞ്ഞ കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടുത്തെ ഇത്ര ഐറ്റംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇതാട്ടോ. ഇത് ഞാൻ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് ഫിറ്റ് ചെയ്യത്തുള്ളൂ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്യൂം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വയറെങ്ങാണം ഇതിനകത്ത് തട്ടി ഇതെങ്ങാണം വീണ് പോയി കഴിഞ്ഞാൽ പെട്ട്. അപ്പോൾ ഇത് ഇനി അടുത്തത് ഫ്ലോർ ക്ലീനിങ് ആണ് കേട്ടോ. ഫ്ലോർ ക്ലീനിങ്ങിന് കെമിക്കൽ ഡയല്യൂട്ട് ചെയ്ത് കൊണ്ടുവരും. ഇത് കെമിക്കൽ ഡയല്യൂട്ട് ചെയ്തതാണ്. പിന്നെ മോപ്പും. അപ്പം ഇനി ഫ്ലോർ ക്ലീനിങ് കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ആയുധം. ഈ മോപ്പും ആ വാക്യൂമും ഇതിത്രയാണ് ഡെയിലി എൻ്റെ ആയുധം. ഇത് ചെറിയൊരു ദിവാനിയല്ലേ, ഗസ്റ്റ് ഹോൾ വലുത് അകത്തുണ്ട് കേട്ടോ. ഇത് ചെറിയ ദിവാനിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ജോലിയൊന്നുമില്ല. പിന്നെ ക്ലീനിങ് ചെയ്യുന്നതും ഞാൻ കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഇത് ഫുള്ള് കാണിച്ച് ഇതാക്കണ്ടല്ലോ. അപ്പം ആദ്യം നമ്മൾ എല്ലാം തട്ടി തുടയ്ക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ക്ലീനർ വെച്ച് നമ്മുടെ ഗ്ലാസ്സുകളെല്ലാം തുടയ്ക്കുക കേട്ടോ. ഞാൻ ഇപ്രാവശ്യം ഇങ്ങോട്ട് എടുത്തപ്പോൾ ഗ്ലാസ് ക്ലീനർ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വേറെ ഏതോ ലിക്വിഡ് എടുത്തുകൊണ്ട് വന്നത്, അതുകൊണ്ട് ഞാൻ ഗ്ലാസ് ക്ലീനറിൽ പകരം അല്ലാണ്ട് തുടച്ചിങ്ങി മാറ്റിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വാക്യൂം പിടിക്കുക. വാക്യൂം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മോപ്പ് ചെയ്യാം. മോപ്പ് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് മോപ്പ് ചെയ്യണം. ഇനി എത്ര വാക്യൂം പിടിച്ചാലും ഈ ടൈൽസിലെല്ലാം ഇങ്ങനെ ഭയങ്കരമായ പൊടികൾ കാണും കേട്ടോ. അതുകൊണ്ട് നല്ല വൃത്തിയോണാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാ ജോലിയും ഇഷ്ടപ്പെട്ട് ചെയ്താൽ എളുപ്പമെന്ന് പറയില്ലേ. പിന്നെ ഈ ദിവാനി ക്ലീൻ ചെയ്യാൻ 1 മണിക്കൂർ വേണം കേട്ടോ. എനിക്ക് 1 മണിക്കൂർ എടുത്ത് ക്ലീൻ ചെയ്യണം, എന്നാലത് നല്ലതുപോലെ വൃത്തിയാകത്തുള്ളൂ. ഡീപ്പ് ക്ലീനിങ് ഡേ ആകുമ്പോഴത്തേനും അത് 2 മണിക്കൂർ 2-2.5 മണിക്കൂറിലോട്ട് പോകും. കാരണം ഇക്കായും കൂടെ വരും കേട്ടോ ക്ലീൻ ചെയ്യാൻ നേരത്ത്. അപ്പോൾ ഈ സെറ്റ് എല്ലാം വലിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കേട്ടോ. വേണ്ടേ ഫുള്ളും നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് എല്ലാം. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റ് ഷെയറും ഫോളോവും ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇത് ചെറിയൊരു റൂമാണ്, ചെറിയൊരു ദിവാനിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ബൈ. ഇനി ഞാൻ ഇതെല്ലാം കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് മാമയ്ക്ക് മെസ്സേജ് അയക്കണം കഴിഞ്ഞു എന്ന്. അപ്പോൾ മാമ ഡോറ് തുറക്കത്തേ ഉള്ളൂ ഉള്ളിലെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.